ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. അതായത് മീനില്ലാത്ത മീൻകറി. അപ്പൊ മീനില്ലാത്ത മീൻകറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഇരുമ്പാമ്പുളി വെച്ചിട്ടുള്ള ഒരു കറിയാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് ഇരുമ്പാമ്പുളി അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ഞാൻ വീഡിയോയിൽ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്റെ വീട്ടിലത്തെ ഈ കറി. അപ്പൊ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം ലാസ്റ്റ് മിനിറ്റ് ആയപ്പോഴേക്കും എനിക്ക് വയ്യാണ്ടായി, ഹർബറി ആയതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് ടി ജി രവ്യങ്ങളില്ലേ, അങ്ങള് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും എന്നാണ് ഈ കറി ഇടുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഈ റെസിപ്പി ഈ വീഡിയോ ഞാൻ അങ്കിളിന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്കിള് മാത്രമല്ല, എല്ലാവരും തയ്യാറാക്കി നോക്കുക. നമ്മുടെ ഇരുമ്പുളിയുടെ സീസൺ ആണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പ്രത്യേകിച്ച് നോമ്പ് സമയത്തൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കറിയാണ്. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായ നമ്മുടെ നാടൻ മീനില്ലാത്ത മീൻകറി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മീനില്ലാത്ത മീൻകറി തയ്യാറാക്കാം എന്ന് നോക്കാം. ഇതിന്റെ 2-3 വെർഷൻ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇരുമ്പാമ്പുളി വെച്ചിട്ടുള്ള മീനില്ലാത്ത മീൻകറിയാണ്. ഞാൻ നാട്ടിൽ വെച്ച് ഇരുമ്പാമ്പുളി അച്ചാർ ചെയ്തപ്പോൾ നിങ്ങളടുത്ത് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? പക്ഷെ എനിക്കത് ഈ കറി കാണിച്ചു തരാൻ പറ്റില്ല. നാട്ടിൽ വെച്ചിട്ട് ബായിൽ വന്നതിന് ശേഷം എനിക്ക് ഇരുമ്പാമ്പുളി കിട്ടിയപ്പോൾ ഞാൻ ഉടനെ തന്നെ കറി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് പുളി. 1 കപ്പ് പുളി എന്ന് പറയുമ്പോൾ ഒരു പുളിനെ നമ്മൾ 4ആയിട്ട് മുറിച്ചിട്ടുള്ളതാണിത്. നീളത്തിൽ 4ആയിട്ട് മുറിക്കുക. ഒരുപാട് മൂത്ത പുളിയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പകുതി എടുത്താൽ മതിയാവും. നല്ല പുളിയായിരിക്കും. ഇപ്പൊ ഒരു മീഡിയം സൈസ് പുളി ആയതുകൊണ്ട് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചട്ടിയിലോട്ടോ നിങ്ങളുടെ അടുത്ത് ഏത് പാത്രമാണുള്ളത് ആ പാത്രത്തിലോട്ട് 1 കപ്പ് പുളി ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം പുളി അനുസരിച്ച് വേണം നമ്മൾ എടുക്കുന്ന അളവ് തീരുമാനിക്കാം കേട്ടോ. അല്ലെങ്കിൽ പുളി കുറവ് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് കറി ഉണ്ടാക്കിയിട്ടും പുളി കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പുളി തനിയെ എടുത്തിട്ട് ഒന്ന് വഴറ്റി ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പൊ എനിക്കിപ്പോ 1 കപ്പ് മതിയാകും. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പൊ മുളക് പൊടിയുടെ അളവ് എന്ന് പറയുമ്പോൾ നല്ല മുളക് പൊടി 1.25 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ ഓരോ മുളക് പൊടിയുടെ എരിവനുസരിച്ചും ആ സ്പൈസ് ലെവൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പൊ ഞാനിപ്പോ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമുക്ക് എപ്പോ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ആദ്യം ഞാൻ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് നോക്കട്ടെ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 3 ചെറിയുള്ളി ചതച്ചതാണ്. അത് ഇട്ട് കൊടുക്കാം. നമ്മുടെ തൃശ്ശൂർ മീൻകറി വെക്കുന്ന അതേ സ്റ്റൈലിലാണ് കേട്ടോ, ഒരു മാറ്റവും ഇല്ല. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഒരുപാട് പാടില്ല, ഇഞ്ചി കൂടി കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് ചെറിയൊരു കഷ്ണം മാത്രം ഇടാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പച്ചമുളക് നെടുകരുത് 2 അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് 3 കപ്പ് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 2 ബോക്സ് തേങ്ങ, അതായത് 3 കപ്പ് തേങ്ങ 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞ് നന്നായി അടിച്ച് വെച്ചിരിക്കുന്ന പാലാണിത്. തൈമ്പാലൊന്നുമല്ല, അതായത് 1-ാം പാലൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ 2.5 ഗ്ലാസ് വെള്ളം 3 ഗ്ലാസ് തേങ്ങയിൽ ചേർത്ത് അടിച്ചു വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ എന്റെ മീൻകറിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു തേങ്ങാപ്പാൽ ഒഴിച്ച് പിരിയുന്നു എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് പറയുന്ന കുട്ടികൾ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ തിളപ്പിച്ച് ഉണ്ടാക്കുക, എന്നിട്ട് അവസാനം കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ. ഇപ്പൊ ഞാനൊക്കെ ഇങ്ങനെയാണ് സ്ഥിരം ഉണ്ടാക്കാറുള്ളത് മീൻകറി. ഇങ്ങനെ ഉണ്ടാക്കുന്ന മീൻകറിക്ക് മറ്റേ മീൻകറിനേക്കാളും ടേസ്റ്റ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഇവിടെയാണ് ഞാനൊന്ന് കറി വെക്കുന്നത്. ഒരു തവി എടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് എന്താണെന്നറിയാമോ? ഒരല്പം നല്ല വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കറിനെ കുറിച്ച് ഇനി വറി ചെയ്യാനൊന്നുമില്ല. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തീ ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി കിടന്ന് കുക്കായി ഒന്ന് വറ്റി വരുമ്പോൾ ടേസ്റ്റ് നോക്കുക, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ ഇടയ്ക്ക് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാൻ മറക്കരുത്. ഇനി കയ്യിലൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. നമുക്കൊരു 5 മിനിറ്റ് ഇത് അടച്ചു വെക്കാം. അപ്പൊ അടച്ചു വെക്കുമ്പോൾ പെട്ടെന്നൊന്ന് കുക്കായി കിട്ടും. അതിനുശേഷം തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതിയാവും കേട്ടോ. മീഡിയം ഫ്ലെയിം തന്നെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണേ. ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല ഇതൊന്നും. 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനി ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അത് പിരിഞ്ഞു പോകാതിരിക്കാനാണ് കേട്ടോ ചുറ്റിച്ചെടുക്കാൻ പറയുന്നത്. സ്പൂൺ കൊണ്ട് അലക്കാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ നമ്മളെ മീനൊന്നല്ലല്ലോ ഉടഞ്ഞു പോകാതിരിക്കാൻ. പക്ഷെ നമ്മൾ ചുറ്റിച്ചു കൊടുക്കാറാണ് പതിവ്. എന്നിട്ട് നമുക്ക് ഇനി തുറന്നു വെച്ചിട്ട് വേവിച്ചെടുക്കാം, വറ്റിച്ചെടുക്കാം. അപ്പൊ ഇതിന്റെ പുളി കുറച്ച് കഴിയുമ്പോഴേ ഇറങ്ങുള്ളൂ. അപ്പൊ ഇച്ചിരി ഒരു ഹാഫ് കുക്ക്ഡ് ആയതിനു ശേഷം നോക്കിയിട്ട് പുളി കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ പുളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോ പുളി അനുസരിച്ചാണ്. ഇപ്പൊ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പുളിക്ക് അത്യാവശ്യം പുളിയുണ്ട്, അതുകൊണ്ടാണ് 1 കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ കളർ കുറച്ചും കൂടെ ഡാർക്ക് ആണ് കേട്ടോ. നമ്മുടെ ക്യാമറയിൽ കാണുമ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ട് കാണുന്നത്, കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് ആണ്. പിന്നെ നമുക്ക്
കുറച്ച് വറ്റിച്ചെടുത്തതിന് ശേഷം ഉള്ളി കാച്ചി ഉപയോഗിക്കാം. ഇരുമ്പാമ്പുളി സീസണിൽ നമ്മൾ പണ്ട് നല്ല ഇപ്പോഴും ചെയ്യാറുണ്ട്. ഇരുമ്പാമ്പുളി കുറച്ച് ഉപ്പ് തേച്ചിട്ട് ഉണക്കി വെക്കും വെയിലത്ത്. ഉണക്കി വെച്ച് ഇരുമ്പാമ്പുളി വെച്ചിട്ടും സെയിം കറി ഉണ്ടാക്കാം. അപ്പം നിങ്ങൾ ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം, ഉപ്പിടണ്ട. എല്ലാം കറി ഉണ്ടാക്കിയതിന് ശേഷം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിൽ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്, കുറച്ചും കൂടി ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ, ചുറ്റിച്ചു കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെ കണ്ടില്ലേ നല്ലോണം വെന്ത് കുറുകിയിട്ടുണ്ട്. ഇപ്പൊ ചാറ് ഇതിനേക്കാളും കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷേ ഈ ചാറാണ് ഇതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും കൊഴുപ്പുള്ളൊരു മീൻകറി. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പുളിയും എരിവും ഉപ്പും ഒക്കെ ഉള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു കറി. ഇപ്പൊ മലയ്ക്ക് പോകുന്ന സമയത്താണെങ്കിലും ഈസ്റ്റർ നമ്മുടെ നോമ്പുള്ള സമയത്താണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കറിയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നാട്ടിലെല്ലാ വീട്ടിലും ഇരുമ്പുളി കാണും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഞാൻ ഇതിലേക്ക് ഉള്ളി കാച്ചിനി ചേർക്കാൻ പോവുകയാണ്. അപ്പൊ ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാൻ അടുപ്പത്ത് വെക്കുക. അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു 5-6 ചെറിയുള്ളി വളരെ നൈസാക്കി സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾ എരി നോക്കിയിട്ട് അരി കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ചെറിയുള്ളി ഒന്ന് കാച്ചിയതിന് ശേഷം അതിലോട്ട് ഒരു അല്പം മുളക് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിന്റെ പച്ചമണം മാറിയതിന് ശേഷം അതിലോട്ട് കറിയിലോട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ. നല്ല ഗോൾഡ് കളർ ആവുന്ന വരെ ഇത് മീഡിയം ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കാം. ഗോൾഡ് കളർ ആവുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കത് 5 മിനിറ്റ് അടച്ചു വെക്കാം. അതിനുശേഷം ഇളക്കി കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പിരിയാത്ത നമ്മുടെ നാടൻ മീനില്ലാത്ത മീൻകറി സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഞാൻ പറഞ്ഞ പോലെ പുളി അനുസരിച്ച് വേണം പുളിയുടെ ഇടുന്ന അളവ് തീരുമാനിക്കാൻ കേട്ടോ. അപ്പോൾ നല്ല മൂത്ത പുളിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവ് കുറയ്ക്കുക. അതേസമയം ടെൻഡർ ആയിട്ടുള്ള പുളിയാണെങ്കിൽ കൂടുതൽ അളവ് വേണ്ടി വരും. അപ്പോഴാണ് പുളി നമ്മളെ കറിക്ക് പുളി ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ എക്സ്ട്രാ നമ്മൾ പുളി ചേർക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ മാങ്ങ ചേർക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഇരട്ടിപ്പണി ആയിരിക്കും. അതുകൊണ്ട് അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഫൈനലായിട്ട് ഞാൻ ഇതിന്റെ ടേസ്റ്റ് നോക്കട്ടെ. അരെ വാ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിട്ട് കേട്ടോ. ഇപ്പൊ തന്നെ ചോറുണ്ണാൻ തോന്നുന്നു. ഇപ്പൊ സമയം 11 മണിയായി. ഇനി 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം ചോറുണ്ണാൻ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അടിപൊളിയായിട്ടുള്ള നമ്മുടെ നാടൻ കറി. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.